ഇന്നലത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞ അനീഷിനെ ആ ഒരു ജയിലില് കൊണ്ടെത്തിച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത ആ ഒരു പരിപാടി, ഇത് ശരിക്കും കണ്ടുകൊണ്ടിരുന്നവർക്കും ഇതെന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ള തരത്തിൽ തോന്നിപ്പോകുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അത് ആ ഉദ്ഘാടനം ചെയ്തിട്ട് ആ ഒരു ബോർഡ് കാണുന്ന അനീഷിന്റെ ഒരു അവസ്ഥ ശരിക്കും പറയാം, ബി അതൊരു ഫണ്ണായി, ലാലട്ടൻ പറയുന്നത് ഫണ്ണായിട്ടാണ് എന്നുള്ള തരത്തിൽ. പക്ഷെ എങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ അത് കാണുമ്പോഴത്തേക്കും, കാരണം ഈ പറയുന്ന തരത്തിൽ ജയിലിൽ പോകാനായിട്ട് പല സമയത്തും അനീഷ് അർഹനല്ലായിരുന്നു, എന്നിട്ട് പോലും അനീഷിനെ തള്ളിവിട്ട മാതിരിയാണ് അവിടുത്തെ പല കണ്ടസ്റ്റൻസും ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് അനീഷിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് മറ്റുള്ളവർ കൈയടിക്കുന്ന ആ ഒരു സീൻ അനീഷിന് നല്ല രീതിക്ക് ഹർട്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും. നല്ല വിഷമം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുള്ളി അത് മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് അങ്ങ് നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സീൻ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ലാലേട്ടൻ പറഞ്ഞപ്പോഴായാലും ഓക്കെ ലാലേട്ട എന്ന് മാത്രമേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബിബിയിൽ തന്നെ ഇത്രയും നാളത്തെ ആ ഒരു സീസൺ നോക്കുമ്പോഴത്തേക്കും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അതായത് ഈ ജയിലിന്റെ ഐശ്വര്യം അനീഷാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം, ഇത് ആദ്യമായിട്ടാണ് അത് കാണുന്നത് തന്നെ. ഒരു കാര്യം ഉറപ്പാണ്, അവിടെയുള്ള കണ്ടസ്റ്റൻസിന് എന്തായാലും നല്ല രീതിക്ക് സന്തോഷമായി കാണും ആ ഒരു സംഭവത്തില്. കാരണം അവരാണല്ലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനീഷിനെ ജയിലിനുള്ളിലേക്ക് പലപ്പോഴായിട്ട് തള്ളിവിട്ടത്. പക്ഷെ എല്ലാത്തിനും ഇടയിൽ അനീഷിനെല്ലാം തുറന്നു പറയാനായിട്ട് ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിയോടാണ് അനീഷ് എല്ലാം തുറന്നു പറയുന്നത് തന്നെ. അവസാനം ഇങ്ങനൊരു പണി ബി തന്നെ കൊടുക്കുമെന്നുള്ളത് അനീഷ് ചിലപ്പോൾ പ്രതീക്ഷ കാണത്തില്ല. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് രാവിലെ മോർണിംഗ് സോങ് ഒക്കെ വന്നപ്പോഴത്തേക്കും, അതോടൊപ്പം തന്നെ ഈ ഒരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷവും അനീഷ് നല്ല ആക്റ്റീവ് ആയിരുന്നു. പുള്ളി ഈ ഒരു തരത്തില് പഴയ പോലെ തന്നെ സുപ്രഭാതം, ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയുകയും ഹാപ്പി ദീപാവലി പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആള് നല്ല ആക്റ്റീവായിട്ട് തന്നെ രാവിലെ നിൽപ്പുണ്ട്. കൂടുതൽ ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.